അപ്പൊ എന്താണ് ഡെറിവേഷൻ? ഒരു ഇക്വേഷൻ വന്ന വഴിയാണ് ഡെറിവേഷൻ. അപ്പൊ അതിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഡെറിവേഷനിൽ ആദ്യത്തെ ചാപ്റ്റർ ആണ് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ. മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈനിൽ രണ്ട് ടൈപ്പ് ഓഫ് ഡെറിവേഷൻ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് കൈനമാറ്റിക് ഇക്വേഷൻസിന്റെ ഡെറിവേഷൻ, അത് 3 എണ്ണം ഉണ്ട്. പിന്നെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി, അത് കുറച്ചെണ്ണം, അത് എണ്ണുന്നില്ല, അത് ഡയറക്റ്റ് ആയിട്ട് പറയാനുള്ളതേ ഉള്ളൂ. അപ്പൊ അതിൽ ആദ്യം കൈനമാറ്റിക് ഇക്വേഷൻസിന്റെ ഡെറിവേഷൻ. മകളെ കൈനമാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് v is equal to u plus at, s equal to ut plus half at square തുടങ്ങിയ ഇക്വേഷൻസ് ഇല്ലേ, അതിന്റെ ഡെറിവേഷൻസ് ആണ്. അത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും ഒക്കെ ഉപയോഗിച്ചിട്ട് കാൽക്കുലസ് മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ്. പക്ഷെ കാൽക്കുലസ് മെത്തേഡ് നിങ്ങൾക്ക് ആവശ്യമില്ല, കാരണം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ പഠിക്കുന്നില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ടും കാൽക്കുലസ് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന ഇക്വേഷൻസ് പൊതുവെ ചോദിക്കാറില്ല. റെഡിയാണ്? ഇൻ കേസ് എവിടെയെങ്കിലും ഏതെങ്കിലും ടീച്ചേഴ്സ് എവിടെയെങ്കിലും അത് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് ദയവ് ചെയ്ത് നിങ്ങൾ കമന്റ് ബോക്സിൽ ചെയ്യണം. അപ്പൊ അതില് കൈനമാറ്റിക് ഇക്വേഷനിലെ എങ്ങനെയാണ് ഈ കൈനമാറ്റിക് ഇക്വേഷന്റെ ഡെറിവേഷൻ കൊടുക്കുക? ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ ഇക്വേഷൻസ് ആണ് ഈ 3 ഇക്വേഷനും. അതിന് ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ്. കുഞ്ഞുങ്ങളെ, ഒരു വസ്തു ഇനീഷ്യലി x ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് മുതൽ x ഈക്വൽ ടു s എന്ന് പറയുന്ന ഒരു ദൂരം വരെ ഇത് പോവാന്ന് വിചാരിക്കാം. ആ പോയി തുടങ്ങുമ്പോൾ ഇത് t ഈക്വൽ ടു 0 ആണ്, ഇത് കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് t ആണ്. അങ്ങനെയാണെങ്കിൽ ഈ t ഈക്വൽ ടു 0യിൽ തന്നെ വസ്തുവിനൊരു വെലോസിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. അതാണ് ഇനീഷ്യൽ വെലോസിറ്റി u. പലപ്പോഴും കുട്ടികൾക്ക് ഡൗട്ട് തോന്നും, എങ്ങനെയാണ് ഇനീഷ്യൽ ഡിസ്പ്ലേസ്മെന്റിൽ അല്ലെങ്കിൽ x ഈക്വൽ ടു 0യിൽ ഒരു വെലോസിറ്റി വരിക? നിങ്ങൾ മക്കളെ ഇത്രയേ ഉള്ളൂ കാര്യം. നിങ്ങൾ നിൽക്കുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിങ്ങളുടെ കയ്യിൽ ഒരു സ്റ്റോപ്പ് വാച്ച് ഉണ്ട്. വണ്ടി അങ്ങ് എവിടെയോ, അപ്പൊ നിങ്ങൾ നിൽക്കുന്ന ആ പോയിന്റ് ആണ് x ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എവിടുന്നോ ഒരു വണ്ടി വരുന്നുണ്ട്, ലോറിയോ മറ്റോ വരുന്നുണ്ട്. അപ്പൊ വണ്ടി സ്പീഡ് കൂടി നിങ്ങളുടെ മുമ്പിൽ എത്തുമ്പോൾ യെസ്, സ്റ്റോപ്പ് വാച്ച് അമർത്തി. നിങ്ങൾ സ്റ്റോപ്പ് വാച്ച് അമർത്തിയ സമയമാണ് t ഈക്വൽ ടു 0. ആ സമയത്ത് ആ വാഹനത്തിന് ഒരു വെലോസിറ്റി ഇല്ലേ? അപ്പൊ നിങ്ങൾ കാണുമ്പോൾ t ഈക്വൽ ടു 0യിൽ ആ വാഹനത്തിന് ഓൾറെഡി ഒരു വെലോസിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ഇനീഷ്യൽ വെലോസിറ്റിയാണ്. അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. ആ വസ്തുവിന്റെ അല്ലെങ്കിൽ ആ ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യാണ് ബിക്കോസ് ഓഫ് ദ യൂണിഫോം ആക്സിലറേഷൻ. അങ്ങനെ ആ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്യുന്നത് റിട്ടാർഡേഷൻ കാരണം. അങ്ങനെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ആ വെലോസിറ്റി x ഈക്വൽ ടു s എന്ന് പറയുന്ന ദൂരത്തിൽ വെലോസിറ്റി എന്ന് പറയുന്നത് v ആയി മാറി എന്ന് വിചാരിക്കുക. അപ്പൊ u വെലോസിറ്റി v ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഒരു പരാബോളയാണ്. അപ്പൊ ആ ഡിസ്പ്ലേസ്മെന്റ് ടൈം ഗ്രാഫ് പരാബോളയാണ്. പക്ഷെ വെലോസിറ്റി ടൈം ഗ്രാഫ്, വെലോസിറ്റി യൂണിഫോം ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ഇങ്ങനെ ഒരു ഗ്രാഫ് ആയിരിക്കും. അതെങ്ങനെയാണ് വെലോസിറ്റി ടൈം ഗ്രാഫ് അങ്ങനെയാകുന്നത്? വെലോസിറ്റി യൂണിഫോം ആയിട്ടാണ് ഇൻക്രീസ് ചെയ്യുന്നത്. കാരണം ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനീഷ്യലി നിങ്ങൾ t ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് തന്നെ ഇനീഷ്യലി അതിന്റെ വെലോസിറ്റി എന്തായി മാറി? u എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ആയി മാറി. കുറച്ചുകൂടി സമയം കഴിയാണ്. സമയം കഴിയുന്തോറും വെലോസിറ്റി ഇൻക്രീസ് ചെയ്ത് ഒരു പരമാവധി വെലോസിറ്റി, അതായത് ഒരു t എന്ന് പറയുന്ന ഒരു സമയത്ത് u എന്ന് പറയുന്ന വെലോസിറ്റി ഏത് വെലോസിറ്റി ആയി മാറി മക്കളെ? v എന്ന് പറയുന്ന ഒരു വെലോസിറ്റി ആയി മാറി. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻസ് എന്തൊക്കെയായിരിക്കും വരിക? അപ്പൊ അതിൽ ആദ്യത്തെ മക്കളെ നോക്കാം. ഈ സാധനം ഞാൻ നേരെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഇങ്ങനെ വരയ്ക്കുകയാണ്. അതായത് എക്സ് ആക്സിന് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരക്കുകയാണ്. അപ്പൊ ഞാൻ ഇവിടെ ഒരു ആംഗിൾ തീറ്റ ഉണ്ടാക്കി. ഈ തീറ്റ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടാൻ തീറ്റയാണ് എന്ത്? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ഇതൊരു സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈനിന്റെ സ്ലോപ്പ് ടാൻ തീറ്റയാണ്. അപ്പൊ സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യത്തെ ഇക്വേഷൻ, യെസ്, അതാണ് ഒരു സ്റ്റാർട്ട്. സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താ മക്കളെ? സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് തരാം നമുക്ക് ആക്സിലറേഷൻ ആണ്. ഒരു സ്ട്രേറ്റ് ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ടാൻ തീറ്റ ലെവൽ. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ അഡ്ജസന്റ് ആണ്. നമുക്ക് ഈ സാധനത്തിന് ഒരു പേര് കൊടുക്കാം. ഇത് O ആയിക്കോട്ടെ, ഇത് A എന്ന് പറയുന്ന പോയിന്റ് ആയിക്കോട്ടെ, ഇത് B, ഇത് C, ഇത് D.
അങ്ങനെയാണെങ്കിൽ ഈ ഒരു ട്രയാംഗിളിൽ ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? ബി സി ഡിവൈഡ് ബൈ ബി ഡി അല്ലേ മക്കളെ വരിക? സോ ദാറ്റ് ഈസ് ബി സി ഡിവൈഡ് ബൈ ബി ഡി. കാരണം ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. എന്താണ് ബി സി? മക്കളെ ഇത്രയും വലിയ വെലോസിറ്റിയാണ് വി. ഈ വെലോസിറ്റി യു ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ദൂരം എത്രയായിരിക്കും? ടോട്ടൽ വിയിൽ നിന്ന് ഈ യു കുറച്ച വി മൈനസ് യു ആയിരിക്കും ഈ ദൂരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ മുതൽ ഇവിടെ വരെയുള്ളത് എന്താണ്? ടൈം ടി അല്ലേ മക്കളെ? സോ ടി ആണ് ഇവിടെ മുതൽ ഇവിടെ വരെ. അങ്ങനെയാണെങ്കിൽ ബി സി എന്ന് പറയുന്നത് എന്താണ്? വി മൈനസ് യു ഡിവൈഡഡ് ബൈ ബി ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ ദൂരമാണ്. അതെന്താണ്? ടി ആണ്. അപ്പോ അതാണ് ആര്? ആക്സിലറേഷൻ എ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? വി മൈനസ് യു ഈക്വൽസ് ടു എ ടി. ദാറ്റ് ഈസ് വി ഈക്വൽസ് ടു യു പ്ലസ് എ ടി. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. റെഡിയാണെന്ന് വിചാരിക്കുന്നത്. ഇനി അടുത്തത് എന്തിന്റെ ഇക്വേഷനാണ്? രണ്ടാമത്തെ ഇക്വേഷൻ. രണ്ടാമത്തെ സ്റ്റാർട്ട് നമുക്കറിയാം ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് എസ്. ഓക്കെ അല്ലേ? പ്രത്യേകം മനസ്സിലാക്കുക, ഈ ഡെറിവേഷൻ പഠിക്കുന്നതിലൂടെ പല തിയറികൾ കൂടി നമ്മൾ അറിയാതെ പഠിക്കുന്നുണ്ട്. അത് വേറൊരു ഗുണമാണ്. അപ്പോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്, ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എന്താ മക്കളെ? രണ്ട് തരത്തിൽ എടുത്തോടെ നമുക്ക് ഇതിന്റെ ഏരിയ. ഒന്ന്, ഇത് ട്രപ്പീസി ആയിട്ട് എടുക്കാം, ലംബകം എന്നൊക്കെ പറയും. വേറൊന്ന്, ഈ ട്രയാംഗിളിന്റെ ഏരിയയും ഈ റെക്ടാംഗിളിന്റെ ഏരിയയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ടോട്ടൽ ഏരിയ കിട്ടൂലേ? അപ്പൊ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടും? ട്രയാംഗിൾ ബി ഡി സി എന്ന് പറയുന്ന സാധനത്തിന്റെ ഏരിയ, ട്രയാംഗിൾ ബി ഡി സി എന്ന് പറയുന്ന സാധനത്തിന്റെ ഏരിയ പ്ലസ് റെക്ടാംഗിളിന്റെ ഏരിയ എടുത്തൂടെ? എങ്ങനെയാ റെക്ടാംഗിൾ? ഒ എ ബി ഡി. റെക്ടാംഗിൾ ഒ എ ബി ഡി. ഇത്രയും എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? ടോട്ടൽ ഏരിയ കിട്ടി. ആ ഏരിയ ആണ് ആര്? ഡിസ്പ്ലേസ്മെന്റ് എസ്. കുഴപ്പമുണ്ടോ? ഇല്ല. റെക്ടാംഗിൾ ഒ എ ബി ഡി എന്ന് പറയുന്നത് എന്താണ് ശരിക്കും പറഞ്ഞാല്? ആ റെക്ടാംഗിളിന്റെ ഏരിയ എന്താണ്? ഈ ലെങ്തും ഈ ലെങ്തും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ പോലെ. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? ഒ ഡി ഇൻറ്റു ഈ ഒരു ദൂരം ഇൻറ്റു ഇതാണ് റെക്ടാംഗിൾ ഏരിയ. ഇതെത്രയാണ്? ഒ എ പ്ലസ് ട്രയാംഗിൾ ബി ഡി സി. ട്രയാംഗിളിന്റെ ഏരിയ ഹാഫ് ബി എച്ച് അല്ലേ? അപ്പോ ഹാഫ് ബി എന്ന് പറയുന്നത് എന്താണ്? ബി ഡി. എച്ച് എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ബി സി. ദാറ്റ് ഈസ് ഈക്വൽ ടു എസ്. ഞാൻ ഇതിനൊന്ന് തിരിച്ചെഴുതുകയാണ്. ദാറ്റ് ഈസ് എസ് ഈക്വൽസ് ടു ഒ ഡി. ആരാണ് മക്കളെ ഒ ഡി എന്ന് പറയുന്നത്? യു അല്ലേ? സോ ദാറ്റ് ഈസ് യു. ഒ എ ആരാണ്? ഒ എ അത് ടി അല്ലേ? യെസ്, ടി. അപ്പൊ യു ടി പ്ലസ് ഹാഫ് ബി ഡി എന്ന് പറയുന്നത് എന്താ മക്കളെ? ബി ഡി എന്ന് പറയുന്നത് ടി ആണ്. ബി സി ആരാണ്? ബി സി എന്ന് പറയുന്നത് വി മൈനസ് യു അല്ലേ? സോ ദാറ്റ് ഈസ് വി മൈനസ് യു. കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. ഇനി എന്താണ് വി മൈനസ് യു എന്ന് പറയുന്നത്? വി മൈനസ് യു എന്ന് പറയുന്നത് എ ടി അല്ലേ? അപ്പൊ നമുക്കറിയാം വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി. എവിടെ നിന്ന് കിട്ടി? ആദ്യത്തെ ഡെറിവേഷനിൽ നിന്ന് കിട്ടി. അപ്പൊ ചോദിക്കും, ഈ ഡെറിവേഷൻ നമ്മൾ എഴുതുന്നില്ലല്ലോ, ഇത് മാത്രമല്ലേ എക്സാമിന് വരിക? ഡൗട്ട് അടിക്കേണ്ട, ധൈര്യമായിട്ട് എഴുതാം. ഇവിടെ വി മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ടീച്ചേഴ്സ് മാർക്ക് തരും. അങ്ങനെയാണെങ്കിൽ വി മൈനസ് യു ഈക്വൽ ടു എ ടി ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് വി മൈനസ് യുവിന് പകരം എ ടി ഇൻറ്റു ഒരു ടി. സോ ദാറ്റ് ഈസ് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. നമ്മുടെ രണ്ടാമത്തെ ഇക്വേഷൻ ആയില്ലേ? ഈ മൂന്നാമത്തെ ഇക്വേഷൻ ഞാനിവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് മക്കളെ, ഈ ഒരു ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ പറ്റുക? ട്രപ്പീസിയത്തിന്റെ ഏരിയ കാണാൻ വേണ്ടിയിട്ട് ഒരു പരിപാടി ഉണ്ട്. അത് ഇങ്ങനെയാണ് നമ്മുടെ ട്രപ്പീസിയം എന്ന് വിചാരിക്കുക. ഇതാണ് ട്രപ്പീസിയെങ്കിൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച് ആണെങ്കിൽ
ഇത് എ ആണ്, ഇത് ബി ആണെങ്കിൽ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് എ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു എച്ച് ഇൻറ്റു എ പ്ലസ് ബി ആണ്. ഇതാണ് ഏരിയ ഓഫ് ട്രപ്പീസിയം. അപ്പോ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഡിസ്പ്ലേസ്മെന്റ് എസ് ആണല്ലോ. അപ്പൊ നമുക്ക് ഏരിയ ഈക്വൽ ടു അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് എസ് ഈക്വൽ ടു ഏരിയ. റെഡി അല്ലേ? ആ ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കിട്ടും? ഹാഫ് ഇൻറ്റു എച്ച്. ഇവിടുത്തെ എച്ച് ആരാണ്? ട്രപ്പീസിയം ഇങ്ങനെയല്ലേ? ഇങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ എച്ച് എന്ന് പറയുന്നത് ഈ ദൂരമല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ ഇടാം? ഒ എ ഇൻറ്റു ഇത് പ്ലസ് ഇത് എഴുതിക്കൂടെ നമുക്ക്? അപ്പൊ ഒ എ ഹാഫ് ഇൻറ്റു എച്ചിന് പകരം ഒ എ കിട്ടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻറ്റു എ പ്ലസ് ബി. ആരാണ് എ? ഒ ഡി അല്ലേ? അല്ലെങ്കിൽ എ സി. ആരാണ് ബി? ഒ ഡി അല്ലേ? അപ്പൊ ഈ ദൂരം പ്ലസ് ഈ ദൂരം എ സി പ്ലസ് ആരാണത്? ഒ ഡി. നേരെ ഇട്ട് കൊടുക്കാം ഹാഫ് ഇൻറ്റു ഒ എ. ആരാണ് മക്കളെ ഒ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഒ എ എന്ന് പറയുന്നത് ടി അല്ലേ? സോ ഒ എക്ക് പകരം നമുക്ക് ടി ഇട്ട് കൊടുക്കാം. എ സി ആരാണ്? എ സി ഇത്രയും ദൂരല്ലേ? എ സി എന്ന് പറഞ്ഞ ആരാണ്? വി പ്ലസ് ഒ ഡി ആരാണ്? ഒ ഡി എന്ന് പറയുന്നത് യു. ഇനി കുഞ്ഞുങ്ങളെ നോക്കൂ, ടി ആരാണ്? ടി നമുക്ക് ഒന്ന് ഇവിടെ മാറ്റി എഴുതാം. ടി എന്ന് പറയുന്നത് എ ടി എന്ന് പറയുന്നത് വി മൈനസ് യു അല്ലേ? എ ടി വി മൈനസ് യു ആണ്. അപ്പൊ ടിക്ക് പകരം എനിക്ക് എങ്ങനെ എഴുതാം? വി മൈനസ് യു ഡിവൈഡ് ബൈ എന്നിട്ടൂടെ മക്കളെ. അപ്പോ ഇത് നേരെ ഈ ടിക്ക് അങ്ങ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ടി എന്ന് പറയുന്ന വി മൈനസ് യു ബൈ എ എന്നുള്ളത് നേരെ ഇങ്ങോട്ടേക്ക് തട്ടി കൊടുത്താൽ നമുക്ക് എസിന് പകരം എന്ത് കിട്ടും? എസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു വി മൈനസ് യു ഡിവൈഡ് ബൈ എ ഇൻറ്റു വി പ്ലസ് യു. കുഴപ്പമുണ്ടോ? ഇനി എസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? എസ് ഈക്വൽസ് ടു വി മൈനസ് യു ഇൻറ്റു വി പ്ലസ് യു എന്ന് പറഞ്ഞാൽ വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഇത് താഴെ ഒരു 2a കിട്ടും. ഇത് നേരെ ഇങ്ങോട്ടേക്ക് തട്ടിയാൽ 2as ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ. ഇത് തന്നെ മതി. ഇനി അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച രീതിയിൽ വി സ്ക്വയർ ഈക്വൽ ടു മൈനസ് യു സ്ക്വയർ ഇപ്പുറത്തോട്ട് തട്ടിക്കൊടുത്താൽ യു സ്ക്വയർ പ്ലസ് 2as. ഇതാണ് മൂന്നാമത്തെ ഇക്വേഷൻ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. റെഡിയല്ലേ നിങ്ങൾക്ക്? അടുത്തതാണ് മക്കളെ മോഷൻ അണ്ടർ ഗ്രാവിറ്റി. ഒരു ഒബ്ജക്റ്റ് വൺ ഡയമെൻഷൻ മോഷനിലെല്ലാം പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് എടുക്കുക. എന്ന് വെച്ചാൽ യാത്ര ചെയ്യുന്ന ദൂരത്തെ അപേക്ഷിച്ച് ഒബ്ജക്റ്റിന്റെ വലിപ്പം വളരെ ചെറുതായിട്ട്. അപ്പൊ ഒബ്ജക്റ്റിന്റെ വലിപ്പം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ഒരൊറ്റ ഹൈറ്റിലേക്ക് താഴെ ഇടുകയാണ്. അപ്പോ ആ കല്ല് താഴെ വീഴുന്ന ദൂരം എന്ന് പറയുന്നത് എസ്. ആ എസ് എന്ന് പറയുന്നത് എത്രയാണ്? എച്ച് ആണ്. ആ കല്ല് താഴെ ഇടുമ്പോൾ ഡ്രോപ്പിംഗ് ആണ്. അതാണ് ഫ്രീ ഫോൾ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെ ഒരു ഫ്രീ ഫോൾ ആണെങ്കിൽ കല്ല് ജസ്റ്റ് താഴെ ഇടുന്ന സമയത്ത് എപ്പോഴും അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി ആ വസ്തു നേരെ വന്ന് താഴെ ഇടിക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ കാണാൻ വേണ്ടി വരും? ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഉണ്ടാക്കുമ്പോൾ പ്രധാനമായിട്ട് ഡയറക്ഷൻ, സൈൻ തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതില് ഈ സാധനം താഴേക്ക് വീഴുന്ന സമയത്ത് ഒരേ ഒരു ആക്സലറേഷൻ മാത്രമേ ഈ വസ്തുവിനെ ബാധിക്കുന്നുള്ളൂ. ആ ആക്സലറേഷൻ ആണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ജിയുടെ വാല്യൂ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. കറക്റ്റ് വാല്യൂ 9.8 എന്ന് കാൽക്കുലേഷനിൽ എടുക്കാം. ജസ്റ്റ് നമുക്ക് അവര് ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ 10 എന്ന് എടുക്കാം. എൻട്രൻസിലൊക്കെ നമ്മൾ 10 എന്ന് എടുക്കാറുണ്ട്. അപ്പൊ ആക്സലറേഷൻ 9.81 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ താഴോട്ടാണ്. ഞാൻ താഴോട്ടേക്ക് പോകുന്ന എല്ലാ വസ്തുക്കളുടെ ആക്സലറേഷനും അല്ലെങ്കിൽ ഏത് പാരാമീറ്റർ ആണെങ്കിലും നെഗറ്റീവായിട്ടും, മുകളിലോട്ട് പോകുന്ന ഏത് പാരാമീറ്ററും ആരോ മാർക്ക് മുകളിലോട്ടാണെങ്കിൽ അത് പോസിറ്റീവും താഴോട്ടാണെങ്കിൽ നെഗറ്റീവും ആയിട്ടാണ് സാധാരണ എടുക്കാറ്. അതുകൊണ്ട് ഇവിടെ ആക്സലറേഷൻ എന്ന് പറയുന്നത് ഗ്രാവിറ്റി ജി എന്ന് പറയുന്നത് ഞാൻ -g എന്നാണ് എഴുതുക. ഇനി അതേപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു 0. ഈ താഴെ വന്ന് വീഴുന്ന സമയത്ത് ഒരു വസ്തു താഴെ ഇട്ട് കഴിഞ്ഞാൽ വന്ന് വീഴുമ്പോൾ അതിന്റെ വെലോസിറ്റി 0 അല്ല. ആ വീഴുന്ന മൊമെന്റിൽ അത് ഒരു വെലോസിറ്റി അച്ചീവ് ചെയ്തിട്ടുണ്ടാവും. സോ ആ വെലോസിറ്റി ഞാൻ v ആയിട്ട് എടുക്കുന്നു. ഇനി അതിന്റെ ജനറൽ ഇക്വേഷൻസ്. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യാം? ആദ്യം നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓഫ് മോഷനിലെ ആദ്യത്തെ ഇക്വേഷൻ v ഈക്വൽ ടു u പ്ലസ് AT അല്ലേ മക്കളെ? അപ്പൊ u പ്ലസ് AT എന്ന് പറയുമ്പോൾ v എന്ന് പറയുന്നത് എന്താണ്? v തന്നെ.
യു എന്ന് പറയുന്നത് എന്താണ്? 0. എ എന്ന് പറയുന്ന ആരാണ്? ജി. ആ ജി എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലേ? സോ മൈനസ് ജി ഇൻറ്റു ടി. അപ്പോ ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ജി ടി. ഇതാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ഒരു അൺനെസസറി ഇക്വേഷൻ ആണ്. ഇത് ഡെറിവേഷൻ ഒന്നും ആയിട്ട് അങ്ങനെ വരാറൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? എത്ര സമയം കൊണ്ടാണ് താഴെ എത്തിയെന്ന് നമുക്കറിയില്ല. അപ്പൊ ഈ രണ്ട് പാരാമീറ്റേഴ്സും എപ്പോഴും അറിയാത്ത പാരാമീറ്റേഴ്സ് ആയിട്ട് തന്നെ വരും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷൻ പൊതുവെ ചോദിക്കാറില്ല. പക്ഷെ സൈൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ ഈ ഇക്വേഷൻ ഉണ്ടാക്കിയത്. ഈ മൈനസ് എന്താണ് സൂചിപ്പിക്കുന്നത്? താഴെ വന്ന് വീഴുമ്പോൾ വെലോസിറ്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്? താഴോട്ട്. താഴോട്ട് എന്ന് പറയുമ്പോൾ എന്താ? മൈനസ്. ഞാൻ എടുത്തത് താഴോട്ട് മൈനസ് ആയതുകൊണ്ട് നമ്മുടെ ആൻസറിൽ എന്ത് കിട്ടി? മൈനസ് എന്ന് കിട്ടി. ഇത് പൊതുവെ ചോദിക്കാറില്ല. അപ്പൊ ഇതൊരു ഡെറിവേഷന്റെ പാർട്ടിലേക്ക് നിങ്ങൾ കയറ്റേണ്ട കാര്യമില്ല. ഇനി പറയാൻ പോകുന്നത് അടുത്ത ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എന്താ മക്കളെ? അടുത്ത ഇക്വേഷൻ നമ്മൾ പഠിച്ചത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ ആണ് അല്ലെ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. യെസ്. ഇനി എസ് എന്ന് പറയുന്നത് എന്താണ്? വസ്തു താഴേക്കാണ് പോകുന്നത്. താഴേക്കാണ് പോകുന്നതെങ്കിൽ അതിന്റെ ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടേക്കാണ്? താഴോട്ടാണ്. താഴോട്ടാണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? നെഗറ്റീവ് ആണ്. അതുകൊണ്ട് ഞാൻ മൈനസ് ഇടുന്നു. സോ എസിന് പകരം ഞാൻ ഇടുന്ന സൈൻ മൈനസ് എച്ച്. യു എന്ന് പറയുന്ന ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആയ സ്ഥിതിക്ക് 0. ആക്സിലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ജി ആണ്. അതുകൊണ്ട് ഞാൻ മൈനസ് ജി എന്ന് എടുക്കുന്നു. ഒരു ഹാഫ് അവിടെ ഉണ്ടായിരുന്നു. ഹാഫ് ഇൻറ്റു ടി സ്ക്വയർ. ഇപ്പൊ നിലവിൽ മൈനസ് എച്ച് ഈക്വൽ ടു 0 മൈനസ്, അപ്പൊ 0 വേണ്ടല്ലോ. മൈനസ് എച്ച് ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ എന്ന് കിട്ടി. അപ്പൊ മൈനസ് എച്ച് ഈക്വൽ ടു മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. മക്കളെ മൈനസും മൈനസും ക്യാൻസൽ ചെയ്തു. ബാക്കി എന്ത് കിട്ടും? നമുക്ക് ആ ടി സ്ക്വയർ മാത്രം അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാത്തിനും ഇങ്ങോട്ടേക്ക് തട്ടിയാൽ 2h എന്ന് കിട്ടും. 2 ഇങ്ങോട്ടേക്ക് വന്നാൽ 2h. ഈ ജി താഴോട്ടേക്ക് വരട്ടെ, ജി. അപ്പോൾ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും വരിക? റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ ജി. ഒരു വസ്തു മുകളിൽ നിന്നും താഴെ ഇടുമ്പം ആ വസ്തു താഴെ എത്താൻ വേണ്ട സമയമാണ് റൂട്ട് ഓഫ് 2h ഡിവൈഡഡ് ബൈ ജി. പ്രത്യേകം മനസ്സിലാക്കുക, ഒരുപാട് ഹൈറ്റ് ആവരുത്. ഈ 1 ഡയമെൻഷൻ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ വാലിഡ് ആവുന്നത് വളരെ ചെറിയ ഹൈറ്റുകൾക്ക് മാത്രമാണ്. കാരണം വളരെ വലിയ ഹൈറ്റിലേക്ക് പോകുമ്പോൾ ഗ്രാവിറ്റി വേരി ചെയ്യും. ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോ ഒരു 500 മീറ്ററിൽ താഴെയുള്ള ഹൈറ്റുകൾക്ക് മാത്രമേ ഈ ഇക്വേഷൻസ് ഒക്കെ ഓൾമോസ്റ്റ് റെഡി ആവുള്ളൂ. ഇനി അടുത്ത ഇക്വേഷൻ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റിന്റെ ഇക്വേഷൻ കിട്ടിയില്ലേ? ഇത് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത നമ്മൾ പഠിച്ച ഇക്വേഷൻ ഓഫ് മോഷൻ എന്താണ്? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എത്ര വെലോസിറ്റിയിലാണ് താഴെ വന്ന് വീഴുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെറിവേഷൻ ആണ്. അപ്പൊ എന്തായിരിക്കും വരിക? വെലോസിറ്റി സ്ക്വയർ ഇസ് ഈക്വൽ ടു, വെലോസിറ്റി മൈനസ് ആണ്, മൈനസ് വെലോസിറ്റി ഹോൾ സ്ക്വയർ എഴുതാം. കാരണം വെലോസിറ്റി താഴോട്ടാണ്, അതുകൊണ്ട് നെഗറ്റീവ്. മൈനസ് വി ഹോൾ സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ, അത് 0 ആണല്ലോ. 2as. 2asല് ആക്സിലറേഷൻ മൈനസ് ജി ആണ്. അപ്പൊ മൈനസ് 2g ഇൻറ്റു എസ് ആരാണ്? എസ് എന്ന് പറയുന്നത് മൈനസ് എച്ച് അല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ മൈനസ് 2g ഇൻറ്റു മൈനസ് എച്ച് എന്ന് പറയുന്നത് പ്ലസ് 2gh വരില്ലേ മക്കളെ? ദാറ്റ് ഈസ് ഈക്വൽ ടു വി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ വി ഈക്വൽ ടു എന്ത് പറയാം? റൂട്ട് ഓഫ് 2gh. ഈ വെലോസിറ്റിയിലാണ് ഒരു വസ്തു താഴെ വന്ന് വീഴുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇതാണ് ഫ്രീ ഫാളിന്റെ ജനറൽ ഇക്വേഷൻസ്. ഇനി ഇതേ സാധനം തന്നെ മുകളിലോട്ട് എറിയാണെന്ന് വിചാരിക്കാം, ഇങ്ങോട്ടേക്ക് എറിയാണ്. അപ്പോ അവിടെ എന്തൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്? ഇത് ഗ്രൗണ്ട് ആണ്. ഒരു സാധനം മുകളിലേക്ക് എറിയാണ്. മുകളിലേക്ക് എറിയുമ്പോൾ ഇനീഷ്യൽ വെലോസിറ്റി എങ്ങോട്ടേക്കാ പോവുക? യു, മുകളിലോട്ട്. അങ്ങനെ വെലോസിറ്റി പോകുന്ന സമയത്ത് ആക്സലറേഷൻ എങ്ങോട്ടേക്ക് ആക്ട് ചെയ്യാം? ആക്സലറേഷൻ മൈനസ് ജി, താഴോട്ടല്ലേ? ഇനി എപ്പോഴും ഞാൻ താഴോട്ടേക്ക് നെഗറ്റീവ് ആട്ടോ, മുകളിലോട്ട് പോസിറ്റീവ്. അപ്പൊ ആ വസ്തു ഇങ്ങനെ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്നിട്ടാണ് തിരിച്ചു വരുന്നത്. അപ്പോ വെലോസിറ്റി കുറഞ്ഞ് കാരണം ഗ്രാവിറ്റി വലിക്കുന്നതിനനുസരിച്ച് വെലോസിറ്റി കുറഞ്ഞ് ഒരു പർട്ടിക്കുലർ പോയിന്റ് എത്തുമ്പോൾ, മാക്സിമം ഹൈറ്റ് എത്തുമ്പോൾ വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. നിങ്ങളോട് ചോദിക്കുകയാണ് ഒരു പ്രാക്ടിക്കൽ എക്സാമ്പിൾ എഴുതാൻ വേണ്ടിയിട്ട്, വെലോസിറ്റി 0യും ആക്സിലറേഷൻ നോൺ സീറോയുമായ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ നിങ്ങളോട് എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. എന്താ നിങ്ങൾ എഴുതുക? ഒരു വസ്തു അതിന്റെ മാക്സിമം ഹൈറ്റിൽ എത്തുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി 0 വെലോസിറ്റി 0 ആണെങ്കിലും അതിന്റെ ആക്സലറേഷൻ പറയുന്നത് എങ്ങോട്ടേക്കുണ്ട്? താഴോട്ടേക്കുണ്ട്. അതാണ് വെലോസിറ്റി 0 ആയതും ആക്സലറേഷൻ നോൺ സീറോ ആയതുമായ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻ ആണ് ഞാനിപ്പോ പറഞ്ഞത്. തിയറിയുടെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടുത്തെ ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് വേണ്ടത് v ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറയുന്ന ഇക്വേഷൻ. ആദ്യം v ഈക്വൽ ടു യു പ്ലസ് 80. v ഈക്വൽ ടു യു പ്ലസ് 80 എന്ന് പറയുമ്പോൾ v
ഫൈനൽ വെലോസിറ്റി എത്രയാണ് മക്കളെ? 0 ആണ്. സോ ഈ ഡിസ്പ്ലേസ്മെന്റ് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് എസ് എന്ന് പറയുന്നത് പ്ലസ് എച്ച് എന്ന് എഴുതാം. എന്താ കാരണം? ഡിസ്പ്ലേസ് ചെയ്യുന്ന മുകളിലോട്ടല്ലേ. അപ്പൊ പ്ലസ് എച്ച് ഹൈറ്റിലാണ് ഇത് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ വി എത്രയാണ്? വി എന്ന് പറയുന്നത് 0 ആണ് ഫൈനൽ വെലോസിറ്റി. യു അറിഞ്ഞൂടാ, യു വെലോസിറ്റിയിലാണ് നമ്മൾ അറിയുന്നത്. ഇനി ആക്സലറേഷൻ അത് എത്രയാണ്? മൈനസ് ജി ഇൻറ്റു ടി. അപ്പോ ഈ മൈനസ് ജി ടി ഇപ്പുറത്തോട്ട് തട്ടിയാൽ ജി ടി ഈക്വൽ ടു മക്കളെ യു എന്ന് കിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ ടി ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? യു ഡിവൈഡ് ബൈ ജി. എത്ര സമയം കൊണ്ട് മുകളിലോട്ട് എത്തും, അല്ലെ മുകളിലെത്തും, അതിന്റെ ടോപ്പിലെത്തും, എത്ര ടൈം കൊണ്ട് എത്തും? ഒരു കല്ല് മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് ഉണ്ടെങ്കിൽ യു ഡിവൈഡ് ബൈ ജി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ടൈം കിട്ടും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് ആദ്യത്തെ പാർട്ടില് ഈ വി ഈക്വൽ ടു യു പ്ലസ് എ ടി ഒരു അൺനെസസറി ഇക്വേഷൻ ആണെങ്കിൽ ഇവിടെ അതൊരു നെസസറി ഇക്വേഷൻ ആയിട്ട് വരും. എഗെയിൻ അടുത്തത് മുകളിലോട്ട് അറിയുന്ന സമയത്ത് എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. കുഞ്ഞുങ്ങളെ നോക്കുക, എസ് എന്ന് പറയുന്നത് എന്താണ്? മുകളിലോട്ട് പോകുന്നതുകൊണ്ട് പ്ലസ് എച്ച് ആണ്. യു ടി ഓക്കെ, യു ടി ആക്സലറേഷൻ മൈനസ് ജി ആണ്, മൈനസ് ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ. സോ എച്ച് ഈക്വൽ ടു യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. അവിടെ നമുക്ക് ടൈം ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എത്ര ഹൈറ്റിലേക്ക് എത്താം, ടൈമും യു ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ എത്ര ഹൈറ്റിലേക്ക് എത്താം തുടങ്ങുന്ന ഒരു ഇക്വേഷൻ ആണ്. ഇത് അത്ര വലിയ കാര്യമല്ല, കാരണം ഞാൻ ഇപ്പൊ എഴുതിയ ഇക്വേഷനും ഇനി എഴുതാൻ പോകുന്ന ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷൻ ഒരു അത്യാവശ്യമൊന്നുമില്ലാത്ത ഇക്വേഷൻ ആയിട്ട് വരും. അപ്പൊ ഇത് പൊതുവെ ഡെറിവേഷൻ ആയിട്ടൊന്നും ചോദിക്കാറില്ല. എഗെയിൻ അടുത്ത മൂന്നാമത്തെ ഇക്വേഷൻ ആണ് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. മക്കളെ വി സ്ക്വയർ, വി ഫൈനൽ വെലോസിറ്റി 0 അല്ലേ, സോ 0 സ്ക്വയർ 0 ഈക്വൽ ടു യു സ്ക്വയർ തന്നെ 2as മൈനസ് 2 ഇൻറ്റു ജി, കാരണം ആക്സലറേഷൻ മൈനസ് ജി ആണ്. എസ് മുകളിലോട്ട് ആയതുകൊണ്ട് എച്ച് പ്ലസ് എച്ച് ആണ്. ഈ മൈനസ് 2gh ഇപ്പുറത്തേക്ക് തട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ യു സ്ക്വയർ ഈക്വൽ ടു 2gh എന്ന് കിട്ടൂലേ, ഈ മൈനസ് 2gh ഇപ്പുറത്തോട്ട് തട്ടിയാൽ. അപ്പോ എച്ച് ഇസ് ഈക്വൽ ടു എനിക്ക് എന്ത് കിട്ടും? യു സ്ക്വയർ ഡിവൈഡ് ബൈ 2g. എത്ര ഹൈറ്റിലേക്ക് ആ വസ്തു എത്തും? യു സ്ക്വയർ ഡിവൈഡ് ബൈ 2g ഹൈറ്റിലേക്ക് എത്തും. ഇതൊരു ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ അല്ലേ. അപ്പൊ ഇതാണ് വെർട്ടിക്കൽ മോഷന്റെ ഇക്വേഷൻസ്. ഇത് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ പഠിക്കുന്നതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന് ഡെറിവേഷൻ പഠിച്ചു, ഒന്ന് ഇത് വെച്ചിട്ടുള്ള ന്യൂമറിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.